Good morning. In the previous class, we studied about quantum numbers, principal quantum number, orbital quantum number, and magnetic quantum number. And today, we can study about these quantum numbers in detail. ഇതിൽ ഓരോ ക്വാണ്ടം നമ്പറും നമുക്ക് ഓരോ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. We will get quantization conditions from each of this quantum number. Okay. So we can study that. Firstly, we can study with the principal quantum number. So in the previous class, we discussed that from the radial equation, we are getting energy En is equal to minus me raised to 4 by 8 epsilon 0 square h square 1 by n square. Otherwise, what we can say that energy is equal to minus me raised to 4 8 epsilon 0 square h square into 1 by n square. Otherwise, this minus me raised to 4 by 8 epsilon 0 square h square, that can be written as E1. So we can write that this energy En is equal to E1 by n square. So this n, this principal quantum number, can have value 1, 2, 3, etc. That means if n equal to 1, we will get energy as E1. If n equal to 2, we will get energy as E1 by n square, that is E1 by 4. If n equal to 3, we will get energy as E1 by 9n. Then n equal to 4, we will get E1 by 16, etc. So the possible energies are E1, E1 by 4, E1 by 9n, E1 by 16, etc. അപ്പോൾ ഈ എനർജിക്ക് എല്ലാ വാല്യൂസ് ഒന്നും പോസിബിൾ അല്ല. ഈ പറഞ്ഞ E1 by 1, E1 by 4, E1 by 9, E1 by 16, അല്ലെങ്കിൽ E1 by n square എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ പോസിബിൾ ഉള്ളൂ. Otherwise, we are getting that the energy is quantized. അല്ലേ, എല്ലാ വാല്യൂയും പോസിബിൾ അല്ല, ഈ പറഞ്ഞ വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്, എനർജി ക്വാണ്ടൈസ്ഡ് എന്ന് പറയാം. So from this principal quantum number, we will get that the energy is quantized. എനർജിയുടെ ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റ് ആണ് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുക. സോ നമുക്ക് എന്ത് ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റ് ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ബിക്കോസ് എനർജി എന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, എൻ സ്ക്വയറിനെയാണ്. സോ എൻ ഈസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സോ വി ക്യാൻ സേ ദാറ്റ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. And we can next go to the orbital quantum number. So firstly, we are dealing with this equation itself, the real part of equation ഞാൻ ഒന്നും കൂടി എഴുതുന്നു. That I can write, that is equal to 1 by r square d by dr r square, like that. ആ equation നമുക്ക് എഴുതാം. Third equation we written there. So here E we know that is the energy. ആ എനർജി എന്ന് പറയുന്നത് that will be kinetic energy plus potential energy. Kinetic energy ഉണ്ടാവും, potential energy ഉണ്ടാവും. And that kinetic energy itself we can say that kinetic energy തന്നെ ഇവിടെ ആ ഇലക്ട്രോൺ എന്തിനു ചുറ്റും ഹൈഡ്രജൻ ആറ്റത്തിൽ മൂവ് ചെയ്യുന്നുണ്ട്. കൈനറ്റിക് എനർജി എന്ന രണ്ട് പാർട്ട് ഉണ്ടാവും. ഒന്നിനെ റേഡിയൽ പാർട്ടെന്നും അല്ലെങ്കിൽ ഓർബിറ്റൽ പാർട്ടാണ് രണ്ടാമത്തെ പാർട്ട്. അതെന്താണെന്ന് നമുക്കിവിടെ പറയാം. ഇവിടെ വി നോ ദാറ്റ് ഈ റെഡ് കളറിൽ വെച്ചിരിക്കുന്നതാണ് ഇലക്ട്രോണിനായിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇലക്ട്രോൺ ഒരു പ്രത്യേക സ്ഥലത്ത് കൂടെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇലക്ട്രോണിനെ സംബന്ധിച്ചോളം പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോണൊക്കെ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ചെറിയൊരു പ്രോബിലിറ്റി, ഒരു ഫൈനൈറ്റ് പ്രോബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, അതായത് എലോങ് ദ റേഡിയസ് വേണമെങ്കിൽ മൂവ് ചെയ്യാം, ഇസന്റ് ഇറ്റ്. പിന്നെന്ത് ചെയ്യാം, അതല്ലാതെ ഇവിടെ കൂടി ഇങ്ങനെയും വേണമെങ്കിൽ സർക്കുലർ ആയിട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാം, ഇസന്റ് ഇറ്റ്. അപ്പോൾ ഇലക്ട്രോൺ എങ്ങനെ ഈ റേഡിയൽ പാർട്ടിൽ മൂവ് ചെയ്യാം, അതല്ലാതെയും നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ റേഡിയൽ പാർട്ടിൽ മൂവ് ചെയ്യുമ്പോൾ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിക്ക്, കൈനറ്റിക് എനർജിക്കാണ് നമ്മൾ റേഡിയൽ കൈനറ്റിക് എനർജി എന്ന് പറയുക. അതായത് the electron's motion can be resolved into radial component and this orbital component, and അപ്പോൾ അങ്ങനെ കൈനറ്റിക് എനർജി അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നിനെ റേഡിയൽ കമ്പണന്റ് എന്ന് പറയാം, നമുക്ക് അടുത്തതിന് ഓർബിറ്റൽ കമ്പണന്റ് എന്ന് പറയാം. സോ ദ കൈനറ്റിക് എനർജി ക്യാൻ ബി ഡിവൈഡ് ഇൻടു റേഡിയൽ കമ്പണന്റ് ആൻഡ് ഓർബിറ്റൽ കമ്പണന്റ്. സോ ദ ടോട്ടൽ എനർജി വിൽ ബി കൈനറ്റിക് എനർജി റേഡിയൽ പ്ലസ് കൈനറ്റിക് എനർജി ഓർബിറ്റൽ പ്ലസ് potential energy. And we know here the potential energy is equal to minus e square by 4 pi epsilon 0 r. So I am substituting this value E in this equation 3. So what we will get, equivalent kinetic energy radial plus kinetic energy orbital minus e square by 4 pi epsilon 0 r എന്ന് കൊടുത്തു. And by substituting that one, here 1 minus e square by 4 pi epsilon 0 r time is there, here e square by 4 pi epsilon 0 r time is there, they will cancel each other. And we will get the equation of 1 by r square d by dr r square dr by dr plus 2m by h square ke radial plus ke orbital minus l into l plus 1 by r square
What is that? Sorry. R square into capital R. It is the equation കിട്ടും. ആ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി ഇവിടെ റീറൈറ്റ് ചെയ്യുന്നു. ആ ഇക്വേഷൻ ഒന്നും കൂടി എഴുതിയെന്നുള്ളൂ പുതിയ പേജ് ആയതുകൊണ്ട്. സോ ഹിയർ ഈ 2m by h cut സ്ക്വയറിനെ ഇതിനെ രണ്ടിനെയും കോമൺ ആക്കി എടുത്ത് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. So here we can write it is equal to 1 by r square d by dr r square d capital R by dr plus 2m h cut square k radial plus k orbital minus h cut square by 2m l into l plus 1 by r square into capital R equal to 0. It is the equation below. But here we know that this capital R is a function depending only on the variable r. So this is an equation to find the radial, because it is a radial motion കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ റേഡിയൽ ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പലപ്പോഴും പറഞ്ഞിരുന്നു റേഡിയൽ ഇക്വേഷൻ ആണെന്നുള്ളത്. സോ ഹിയർ ദിസ് ഇക്വേഷൻ മസ്റ്റ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ വേരിയബിൾ ആർ, അല്ലെങ്കിൽ റേഡിയൽ പാർട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. But since this radial equation must contain only the motion along the radius vector, അപ്പോൾ radius vectorൽ along ആയിട്ടുള്ള മോഷൻ മാത്രമേ ഇതിലുണ്ടാകാൻ പാടുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് എ റേഡിയൽ ഇക്വേഷൻ ആണ്. അപ്പോൾ പക്ഷേ ഇവിടെ കൈനറ്റിക് എനർജി എന്ന് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കൈനറ്റിക് എനർജിക്ക് രണ്ട് പാർട്ടുണ്ട്, റേഡിയൽ പാർട്ടുണ്ട്, ഓർബിറ്റൽ പാർട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് പാർട്ടും വരുന്നുണ്ട്, ഇവിടെ ഓർബിറ്റൽ പാർട്ടും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓർബിറ്റൽ പാർട്ട് ഇതിൽ വരാൻ പാടില്ല. അപ്പോൾ ഈ ഓർബിറ്റൽ പാർട്ട് വരാൻ പാടില്ല മീൻസ് ഇൻ ദിസ് ഇക്വേഷൻ കൈനറ്റിക് എനർജി റേഡിയൽ പാർട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഓർബിറ്റൽ പാർട്ട് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എന്താവണം, ഈ ടേമും പരസ്പരം എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ദിസ് ലാസ്റ്റ് ടു ടേംസ് മസ്റ്റ് ക്യാൻസൽ ഈച്ച് അതർ, isn't it? അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോ ഫ്രം ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഈ എൽ എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഈസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ആണ്. അപ്പോൾ ഇവിടെ ഈ സിൻസ് ദിസ് ഇക്വേഷൻ മസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ക്യാപിറ്റൽ ആർ, അല്ലെങ്കിൽ അതൊരു റേഡിയസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ, സ്മാൾ ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവസാനത്തെ രണ്ട് ടൈമും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതർവൈസ് they must cancel each other. So we can write that the kinetic energy orbital must be equal to h cut square by 2m l into l plus 1 by r square. അതായത് ഇതും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ടൈം ക്യാൻസൽ ആവും. So the remaining will be 1 by r square d by dr r square d capital R by dr plus 2m by h cut square kinetic energy radial of capital R equal to 0. It is the equation before. So kinetic energy orbital must be h cut square by 2m l into l plus 1 by r square. But we can write the kinetic energy as capital L square by 2m r square. എന്തുകൊണ്ട്, ക്യാപിറ്റൽ എൽ എന്ന് വെച്ചാൽ എന്താ, ആംഗുലാർ മൊമെന്റം ആണ്. എം ആർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, മൊമെന്റ് ഓഫ് ഇനർഷിയാണ്. സാധാരണ നമ്മൾ കൈനറ്റിക് എനർജി ഒരു ലീനിയർ മോഷനിൽ കൈനറ്റിക് എനർജിയെ നമുക്ക് എന്ത് പറയാം, പി സ്ക്വയർ ബൈ 2m എന്ന് പറയാം. പി എന്ന് പറയുന്നത് യു നോ വാട്ട് ഈസ് പി, പി ഈസ് ദ ലീനിയർ മൊമെന്റം. അപ്പോൾ പി സ്ക്വയർ ബൈ 2m, എം എന്ന് പറയുന്ന മാസാണ്, നമുക്ക് അങ്ങനെ റൈറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ആംഗുലാർ മോഷനിലേക്ക് അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനിലേക്ക് പോവുകയാണെങ്കിൽ ലീനിയർ മൊമെന്റത്തിന് ഇക്വലന്റ് ആയി റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് ആംഗുലാർ മൊമെന്റമാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് പി ഐ ക്യാൻ റൈറ്റ് എൽ. സിമിലർലി ഇൻസ്റ്റെഡ് ഓഫ് മാസിന് ഇക്വലന്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് മൊമെന്റ് ഓഫ് ഇനർഷിയാണ്. ഇത് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അത് റൊട്ടേഷണൽ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റിന് ഇക്വലന്റ് ആയിട്ട് അവിടെ വരുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോറി, ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റിന് ഇക്വലന്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ലീനിയർ വെലോസിറ്റിക്ക് ഇക്വലന്റ് ആയിട്ട് അവിടെ വരുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്. ലീനിയർ ആക്സിലറേഷന് ഇക്വലന്റ് ആയിട്ട് അവിടെ വരുന്നത് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. അതുപോലെ ലീനിയർ മൊമെന്റത്തിന് ഇക്വലന്റ് ആയിട്ട് അവിടെ വരുന്നത് ആംഗുലാർ മൊമെന്റം ആണ്. അതുപോലെ മാസിന് ഇക്വലന്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് ആംഗുലാർ മൊമെന്റ് ഓഫ് ഇനർഷിയാണ്. മൊമെന്റ് ഓഫ് ഇനർഷിയാണ്. സോ കൈനറ്റിക് എനർജി ലീനിയർ മോഷനിൽ പി സ്ക്വയർ ബൈ 2m എന്ന് എഴുതാൻ കഴിയുന്നത് പോലെ റൊട്ടേഷണൽ മോഷനിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എൽ സ്ക്വയർ ബൈ 2i എന്ന് എഴുതാൻ പറ്റും. വേർ ഐ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഐ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ നമുക്ക് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ദ ഓർബിറ്റൽ കൈനറ്റിക് എനർജി ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എൽ സ്ക്വയർ ബൈ 2m r സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ബട്ട് ഹിയർ വി നോ ദാറ്റ് ദിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് റേഡിയൽ പാർട്ട് മാത്രമേ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി വി നോ ദാറ്റ് ദിസ് കൈനറ്റിക് എനർജി ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു h cut square by 2m l into l plus 1 by r square. But here we know kinetic energy of orbital kinetic energy that will be L square by 2m r square. അതായത് റൊട്ടേഷൻ മൂലം ഉണ്ടാകുന്ന kinetic energy എന്ന് പറയുന്നത് ക്യാപിറ്റൽ L square by 2m r square ആണ്. So we can equate these two equations. If we are equating these two equations, we can write that capital L square is equal to h cut square into L into L plus 1. Isn't it? Otherwise, I can write the capital
L is equal to capital L എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് എഴുതാം? capital L will be is equal to, അതായത് what we can write here, എന്താണ് നമുക്ക് ആദ്യം നമുക്ക് എന്താ നമ്മൾ ഒന്ന് എഴുതിയത്? we equated these two equations. നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും ഇക്വേറ്റ് ചെയ്തു. രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്തപ്പോൾ I can write capital L square is equal to h cut square into L into L plus 1 എന്ന് എനിക്ക് എഴുതാം. From there I can write capital L equal to root of L into L plus 1 into h cut, isn't it? അപ്പോൾ L എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആംഗുലാർ മൊമെന്റം ആണ്, isn't it? സ്മാൾ L എന്ന് പറയുന്നത് എന്താണ്? ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ആംഗുലാർ മൊമെന്റത്തിന് തോന്നിയ എല്ലാ വാല്യൂം പോസിബിൾ ഒന്നുമല്ല. Lന് 0 മുതൽ n-1 വരെയുള്ള വാല്യൂ പോസിബിൾ ആവുന്നുള്ളൂ. L മീൻസ് സ്മാൾ L, അതായത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന് 0 മുതൽ n-1 വരെയുള്ള വാല്യൂ പോസിബിൾ ആയിട്ടുള്ളൂ. സോ if small l orbital quantum number is 0, then capital L will be 0. And if small l equal to 1, this capital will be root 2 h cut, isn't it? And if small l equal to 2, എന്തായിരിക്കും? 2 into 3, 6. Capital L will be root 6 h cut, isn't it? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന് 0, 1, 2, 3 എന്ന് പറയുന്ന വാല്യൂസേ പോസിബിൾ ആകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആംഗുലാർ മൊമെന്റത്തിന് 0 h കട്ട്, റൂട്ട് 2 h കട്ട്, റൂട്ട് 6 h കട്ട് എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് എന്താണ്? സിൻസ് ദിസ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതിനെന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗുലാർ മൊമെന്റം ഇവിടെ എന്താണെന്ന് പറയാം? ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയാം. So we are getting the condition of quantization of angular momentum, or we are getting the quantization concept of angular momentum from orbital quantum number. അപ്പോൾ നമുക്ക് രണ്ട് ക്വാണ്ടം നമ്പർ ആണെന്ന് പഠിച്ചത്. ഒന്ന് നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ആൻഡ് ഫ്രം ദിസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വി ആർ ഗെറ്റിംഗ് ദ ക്വാണ്ടൈസ്ഡ് കണ്ടീഷൻ ഓഫ് എനർജി, ഓർ ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റ് ഓഫ് എനർജി. ആൻഡ് ഫ്രം ദിസ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ വി ആർ ഗെറ്റിംഗ് ദ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും കൂടിയുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളെ നമ്മളൊന്നും പറഞ്ഞിട്ടുള്ളൂ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. പിന്നെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാവും. ദാറ്റ്സ് ഓൾ, ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ആൻഡ് വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.